കരുണയുടെ അവസാന മണിക്കൂർ. 3 മഹാവിനാശങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളെ കാണുക, പിശാച് നിങ്ങളെ വെറുക്കുന്നു, എന്നിട്ടും നിങ്ങൾ അവനെ അനുഗമിക്കുന്നു. മറുവശത്ത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നാൽ നിങ്ങൾ എന്നെ വെറുക്കുന്നു. ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം ഭൂമിയെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് തനിയെ പുനരുദ്ധരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭൂമി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലോകം ചീഞ്ഞു കഴിഞ്ഞു. ലാഭേച്ഛ എല്ലാറ്റിനെയും തകിടം മറിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് സ്നേഹത്തിന് പകരം സ്നേഹം നൽകാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പ്രതികരിക്കാത്തത്? അത് നിങ്ങളുടെ അഹങ്കാരം കൊണ്ടും സ്വാർത്ഥ സ്നേഹം കൊണ്ടും അഥവാ ഈഗോ കൊണ്ടും ലോകസുഖങ്ങളുള്ള താല്പര്യം കൊണ്ടുമാണ്. പിശാചിന്റെ ദൂതൻ നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും വളർത്തിയെടുക്കുന്ന 3 മഹാവിനാശങ്ങളാണിവ. എൻ്റെ ഏറ്റവും വിശ്വസ്തരായ മക്കളെ പോലും ആക്രമിക്കുന്ന പ്രലോഭനങ്ങളാണവ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഭൂമിയെ ഉപേക്ഷിക്കാൻ ഒരുങ്ങാനും അന്തിമമായി എൻ്റെ രാജ്യം കണ്ടെത്താനും ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ കാത്തിരിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾ ആ ദൈവസ്നേഹം എത്രയധികമായി അന്വേഷിക്കുകയും സ്വീകരിക്കുകയും ചുറ്റുമുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യുന്നുവോ അത്രയധികമായി നിങ്ങൾ സ്വർഗത്തിൽ സന്തുഷ്ടരും സംതൃപ്തരുമായിരിക്കും. അതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ അനേകർ ഈ വരാനിരിക്കുന്ന സമയത്ത് ഭൂമിയെ വിട്ടുപോകേണ്ടി വരും. എന്നാൽ അതിനെ ഒരിക്കലും ദൗർഭാഗ്യമായി കാണരുത്. പിന്നെയോ അതിനെ സന്തോഷത്തിൻ്റെ അവസരമായി കാണുക. നിങ്ങൾ ഒരിക്കലും അതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആത്മാവ് വരപ്രസാദാവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾ പൂർണ്ണമായും എൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് വളരെ വലിയ ഒരു സന്തോഷത്തിൻ്റെ അവസരമായിരിക്കും. എൻ്റെ എത്രയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, പരിശുദ്ധ കത്തോലിക്കാ സഭ വളരെ വലിയ ആശയക്കുഴപ്പത്തിലും അനിശ്ചിതത്തിലും അസ്വസ്ഥതയിലുമാണ്. അവൾ എന്നേക്കും നിലനിൽക്കുമെന്നത് സത്യം തന്നെ. എന്നാൽ അതിനിടയിൽ അവൾ അനേക പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും. എന്നാൽ സഭ ദൈവികമാണ്. ദൈവം സ്ഥാപിച്ചതിനെ മാറ്റാൻ മനുഷ്യന് സാധിക്കുകയില്ലല്ലോ. എന്റെയോ ദൈവത്തിന്റെയോ നിയമങ്ങൾ മനുഷ്യൻ മാറ്റുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവൻ തന്നെ പൂർണ്ണമായും എന്നിൽ നിന്ന് അകറ്റുന്നുവെന്നാണ്. കാരണം ദൈവം ഒരിക്കലും തന്റെ നിയമങ്ങൾ മാറ്റുന്നില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും സാത്താന്റെ അസ്തിത്വത്തെ നിഷേധിക്കരുത്. ദൈവം നന്മയിൽ സ്ഥിരചിത്തരായിരിക്കുന്നത് പോലെ സാത്താൻ തിന്മ പ്രവർത്തിക്കുന്നതിലും സ്ഥിരചിത്തരാണ്. അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ നിങ്ങളുടെ ചുറ്റും കറങ്ങി നടക്കുന്നു. നിങ്ങളെ അവന്റെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകാനായി അവൻ ഇരുട്ടിൽ പ്രവർത്തിക്കുന്നു. സാത്താൻ വഞ്ചനാപരമായി പ്രവർത്തിക്കുന്നത് അന്ധകാരത്തിലാണ്. സാത്താൻ വാക്കുകൾ ആവശ്യമില്ല. എന്റെ നോട്ടം നിങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു കയറുന്നത് പോലെ തന്നെ അവന്റെ നോട്ടവും നിങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു കയറും. ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളുടെ സ്നേഹമാണ്. എന്നാൽ അവൻ ആഗ്രഹിക്കുന്നതോ ജഡമോഹങ്ങളും. അവയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. എന്നെ നശിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും ശ്രമിച്ചതിനു ശേഷം അവനെന്റെ സഭയെ ലക്ഷ്യം വയ്ക്കുന്നു. അവൻ അവൾക്ക് ഇരുണ്ട കാലങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ചിന്തകളെ നശിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും ശ്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷി നശിപ്പിക്കുന്ന വിജയം വരിക്കാനാണ്. സാത്താൻ ഇപ്പോൾ ആക്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷിയാണ്. സുഖത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും അറിവിന്റെയും അഹങ്കാരത്തിന്റെയും സ്വയം ദൈവമാകാം എന്നുള്ള ദൈവദൂഷണപരമായ പ്രതീക്ഷയുടെയും പഴം അവൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോകസുഖങ്ങൾ ഹേതുവായി നിങ്ങൾ കാമാസക്തി ദഹിക്കുന്ന മൃഗങ്ങളെ പോലെ പെരുമാറുന്നു. വെറുപ്പുളവാക്കുന്ന വിധത്തിൽ, അരോചകമായ വിധത്തിൽ ഈ ലോകത്ത് തന്നെ ശിക്ഷാവിധിക്ക് അടിമപ്പെട്ട് ജഡത്തിന്റെ രോഗവും ആത്മാവിന്റെ മരണവും നിങ്ങൾ ഏറ്റുവാങ്ങുന്നു. അറിവിന് വേണ്ടിയുള്ള അത്യാഗ്രഹം നിങ്ങളെ വഞ്ചകന്റെ കൈകളിൽ തന്നെ കൊണ്ടുചെന്നെത്തിയിരിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ, ക്ലേശകാലങ്ങളുടെ ആരംഭം തുടങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുക. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശത്രുക്കളെക്കുറിച്ചും കേൾക്കുകയും രാജ്യം രാജ്യത്തിനെതിരായും ജനം ജനത്തിനെതിരായും ഉടനെഴുന്നേൽക്കുകയും പലയിടത്തും ക്ഷാമവും ഭൂകമ്പങ്ങളും ഉണ്ടാവുകയും ചെയ്യുമെന്നും, എന്നാൽ ഇവയെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമായിരിക്കുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇതാ, നിങ്ങൾ ജീവിക്കുന്ന ഈ കാലം അങ്ങനെ ഒരു കാലമാണ്. യുദ്ധശത്രുക്കൾ വർദ്ധിച്ചു വരുന്നു. പരസ്പരം പൊരുത്തപ്പെട്ടു പോകുവാൻ ആർക്കും കഴിയുന്നില്ല. ഭരണകൂടങ്ങൾ തങ്ങളുടെ ജനങ്ങളെ സ്നേഹിക്കുന്നില്ല. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നില്ല. അവർ നിസ്സാര കാര്യങ്ങൾക്ക് ഷണ്ട കൂടുന്നു. സമൂഹത്തിൽ ദൈവമായി നഷ്ടപ്പെട്ടതിനാൽ അവർ മോഷ്ടിക്കുന്നു. ആരും ദൈവത്തെ സ്നേഹിക്കുന്നുമില്ല. കാണുക, എല്ലാ തരത്തിലും ശ്രേണിയിലുള്ള ദുഷ്ട ആരൂപികൾ നിങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. മാനസികമായ അക്രമങ്ങളെ അനുദിനം ശക്തമായി കൊണ്ടിരിക്കുന്നു. അത് അനേകം ആത്മാക്കളെ നിരാശയിലേക്കും പലപ്പോഴും
ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. മന്ദോഷനും പാപം നിറഞ്ഞവരുമായ മനുഷ്യകുലത്തിനുള്ള എന്റെ അവസാന ആഹ്വാനമാണിത്. ഞാൻ നിങ്ങളുടെ സ്വതന്ത്ര മനസ്സിനെ തീർച്ചയായും മാനിക്കുന്നു. എന്നാൽ നിത്യജീവനോ നിത്യമരണമോ ഏതാണ് വേണ്ടതെന്ന് നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നറിഞ്ഞിരിക്കുക. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ പറയട്ടെ, ആത്മീയമായ ഒരുക്കമാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള ഭക്ഷണം കരുതി വെക്കുക. എന്റെ കുഞ്ഞുങ്ങളെ, രോഗങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കരുതുന്നതിനേക്കാൾ നേരത്തെ ക്ഷാമം പൊട്ടി പുറപ്പെടും. ലോകത്തിലെ ജനതകൾ എണ്ണം കുറയ്ക്കുന്ന പ്രക്രിയ ഇപ്പോഴത്തെ മഹാമാരിയുടെ ആരംഭിച്ചു കഴിഞ്ഞു. പൈശാചികമായ പദ്ധതിയിലൂടെ അവർ തുടരുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അതികഠിനമായ കാലാവസ്ഥ വ്യതിയാനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന കാര്യം മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നു. മനുഷ്യൻ പ്രകൃതിക്ക് അതീവ ഗൗരവതരമായ നാശം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഭാവിയെ കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത അവൻ പ്രകൃതിയെ കൈകാര്യം ചെയ്യുന്നു. മനുഷ്യന്റെ ആവർത്തിച്ചുള്ള അനുസരണക്കേണ്ട ഫലമായി എല്ലായിടത്തും പരാജയം, നാശം, ആകുലത, ക്ഷാമം എല്ലാം വരാനിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മീയ വിശപ്പ് അനുഭവിക്കണമെങ്കിലും അതിന് പൂരകമായി ശാരീരിക വിശപ്പും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. ഭക്ഷ്യക്ഷാമം ലോകവ്യാപകമായിരിക്കും. അതെല്ലാവർക്കും വലിയൊരു പ്രഹരമായിരിക്കും. മനുഷ്യരെ അത്ഭുതപ്പെടുത്തുമാറ് മുന്നറിയിപ്പില്ലാതെ പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടും. അജ്ഞാത രോഗമായതിനാൽ അത് അങ്ങേയറ്റം അപകടമായിരിക്കുകയും ചെയ്യും. രോഗത്തെ കീഴടക്കിയെന്ന വിദ്യാധാരണയിലിരിക്കാതെ ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ ഒരുങ്ങി കാത്തിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ശാരീരികമായ പ്രതിരോധ ശക്തി ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ശരീരത്തെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുക. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ചർമ്മരോഗത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് ജാഗ്രതയോടെയാണെങ്കിലും നിങ്ങളുടെ സഹോദരന്മാർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ട് ഈ വിവരം അവരുമായി പങ്കുവയ്ക്കുക. എന്നിരുന്നാലും ത്വക്കിനെ ബാധിക്കുന്ന ഈ രോഗം ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു ചർമ്മരോഗം വരാനിരിക്കുന്നത് അറിഞ്ഞിരിക്കുക. എതിർ ക്രിസ്തു തീർച്ചയായും മനുഷ്യൻ തന്നെ. എന്നാൽ സർവ്വലോകത്തിന്റെ മേലും സാർവത്രികമായ അധികാരം തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കത്തക്ക വിധം അഹങ്കാരിയുമാണ് അവൻ. താൻ ദൈവമെന്ന് വിളിക്കപ്പെടണം എന്ന് പോലും അവൻ ആവശ്യപ്പെടും. അതുകൊണ്ട് അവൻ ഈ ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം ആയുധ സമേതനായി ഒരുമിച്ച് കൂട്ടും. തന്റെ ധനവും പ്രതാപവും കൊണ്ട് അവൻ ജനതകളെയും രാഷ്ട്രങ്ങളെയും വശീകരിക്കും. ഭൗതികവാദം എല്ലാവരെയും കീഴടക്കും. അതുവഴി മനുഷ്യൻ പാപം ചെയ്യുകയും പാപത്തിന്റെ ഫലമായി ദുരന്തം അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോട് എല്ലാ ഭൗതിക വസ്തുക്കളെയും നിസ്സാരമായി കരുതുകയും വെറുക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗീയമായവയ്ക്ക് ആഗ്രഹിക്കുക. ഈ ലോകത്തിലെ വസ്തുക്കൾ മായയും പൊള്ളയുമാണെന്ന്, എല്ലാ സ്വർഗീയ വസ്തുക്കളുമാണെന്ന് ഓർത്തിരിക്കുക. ഞാനാണ് നീതി സൂര്യൻ. അതുകൊണ്ട് അവരെന്നെ വിശ്വസിക്കുന്ന വിശ്വാസത്തെ നിഷേധിക്കുകയും അവർ ഒറ്റിക്കൊടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അതിന് കാരണം പണവും സമ്പത്തും പദവികളും ബഹുമതികളും അത്രേ. തീർച്ചയായും സൂര്യനിൽ വലിയ അടയാളങ്ങൾ സംഭവിക്കും. 3 ദിവസത്തേക്ക് ലോകം മുഴുവൻ അന്ധകാരത്തിലായിരിക്കും. അതിനു മുൻപായി സൂര്യൻ വടക്കു നിന്ന് തെക്കോട്ടും തെക്കു നിന്ന് കിഴക്കോട്ടും കിഴക്കു നിന്ന് പടിഞ്ഞാറ്റേക്കും ചാഞ്ചാടുന്നത് നിങ്ങൾ കാണും. ഈ പ്രതിഭാസം കാണുമ്പോൾ എല്ലാവരും ഞെട്ടിവിറയ്ക്കും. എങ്കിലും അവരുടെ ഹൃദയങ്ങൾ ഫറവോയുടെ ഹൃദയം പോലെ അണഞ്ഞു തന്നെ കിടക്കും. എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടും എത്രയോ അടയാളങ്ങൾ കൊടുത്തിട്ടും അവർ തങ്ങളുടെ മർക്കട മുഷ്ടിയിൽ തന്നെ തുടരുന്നുവെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ സൂര്യൻ രക്തവർണ്ണമായി പ്രത്യക്ഷപ്പെടും. ഇതെല്ലാം ഉടൻ തന്നെ സംഭവിക്കാനിരിക്കുന്നു. ഇപ്പോൾ മനുഷ്യർ പണത്തെ സ്നേഹിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പണമാണ് അവരെ നിയന്ത്രിക്കുന്നത്. പണം ഹേതുവായി അനേകർക്ക് തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. എല്ലാം നാശത്തിന്റെയും മൂലകാരണം പണമത്രേ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും ഭക്ഷണവും മരുന്നും മനുഷ്യർക്ക് ആവശ്യമായ മറ്റെല്ലാ വസ്തുക്കളും ലഭ്യമാവുകയും ചെയ്യും. എന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അനേകർ എന്നെ മറന്ന് അവന്റെ പിറകെ പോകും. ഈ തലമുറ തന്നെ എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കും. അവർ എതിർ ക്രിസ്തു അനുഗമിക്കാൻ കാരണം അവരുടെ അജ്ഞതയും എന്നോടും ഞാനും എന്റെ അമ്മയും വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളുള്ള അനുസരണക്കേടുമാണ്. നിങ്ങൾ എത്ര പേർ ഇപ്പോൾ തന്നെ അസന്മാർഗത്തിൽ വ്യാപരിച്ചുകൊണ്ടും അപരസിദ്ധാന്തങ്ങളുടെ പിറകെ പോയി ഭയശ്ലേഷമന്യെ സാത്താനെ സേവിച്ചുകൊണ്ടും 10 പ്രമാണങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനിയും സമയം വരുന്നതിന് മുൻപ് എന്നെ അന്വേഷിക്കുക. എന്തെന്നാൽ അധർമ്മത്തിന്റെ സൂര്യൻ തന്റെ സ്ഥാനം അപഹരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയും എന്നെ തിരിച്ചറിയാത്തവർ വഞ്ചിക്കാതിരിക്കുകയും ചെയ്യും. അവനവരെ തങ്ങളുടെ സഹോദരന്മാരെ പീഡിപ്പിക്കുന്നവരും പിശാചിന്റെ ശുശ്രൂഷകരുമാക്കി മാറ്റും. ഇതാ, ഞാൻ എതിർ ക്രിസ്തുവിനെ കുറിച്ചും അനേക കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും എന്റെ ജനം എതിർ ക്രിസ്തു മനുഷ്യരുടെ ജനത്തെ വെളിപ്പെടുത്തുന്നതിന് കാത്തിരിക്കുന്നത് തുടരുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വഴിതെറ്റിക്കപ്പെടരുത്. എന്നെ ശ്രമിക്കുക. അവർ പരീക്ഷണങ്ങൾ, വേദന, രോഗം, ഒറ്റപ്പെടൽ, അനുസരണക്കേട്, നിഷേധം, അഹംഭാവം, ദുഃഖം എന്നിവയിൽ കൂടിയെല്ലാം പ്രവർത്തിക്കും. നിങ്ങളെ തന്റെ അടുക്കലേക്ക് വലിച്ചിഴയ്ക്കാനും തന്റെ നിർവികാരത നിങ്ങളിൽ നിറയ്ക്കാനുമായി അവൻ നിങ്ങളുടെ മനസ്സിലുദിക്കുന്ന സംശയചിന്തകളെ ഉപയോഗിക്കും. അവൻ നിങ്ങൾക്ക് ആശ്വാസം വാഗ്ദാനം ചെയ്യും. എന്റെ ജനം
അവൻ വാഗ്ദാനം ചെയ്യുന്ന ആശ്വാസത്തെ പാപമെന്ന് വിളിക്കുന്നില്ല. ഇപ്പോൾ എതിർ ക്രിസ്തു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, പ്രയാസമേറിയ ചോദനകൾ ഇതാ അരികിലെത്തി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാം, എങ്കിൽ പോലും നിങ്ങൾ അതിനായി ഒരുങ്ങണം. എന്നാൽ ഈ പരീക്ഷണം നേരിടാൻ മനുഷ്യൻ ഒരിക്കലും പൂർണ്ണമായി സജ്ജനായിരിക്കുകയില്ല. നിങ്ങൾക്കത് നേരത്തെ തന്നെ അറിയാം, എന്നിട്ട് നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എന്റെ വചനം അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. എതിർ ക്രിസ്തു ശക്തി. എന്റെ ജനമേ, ഹൃദയത്തെ ആഴ്ത്തി മുറിവേൽപ്പിക്കുകയും നരകവിധിക്ക് നിങ്ങൾ അർഹരാക്കുകയെന്ന നിരവധിയായ പാപങ്ങൾ പരിഹാരം ചെയ്യാൻ നിങ്ങളുടെ കർത്താവ് ദൈവമായി ഞാൻ കൽപ്പിക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ ശക്തി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതിനാൽ സർവ്വലോകത്തിന്റെയും മേൽ ഇന്ന് വരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സമ്പൂർണ്ണ അധികാരം തന്നെ ലഭിക്കേണ്ടതിന് ലോകത്തെ വശീകരിക്കാനായി അവൻ ആ ശക്തി ഉപയോഗിക്കുന്നു. ലൂസിഫറിൽ നിന്നും അവന്റെ പിണിയാളുകളിൽ നിന്നും അകന്നു മാറാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവർ അനേകം ആത്മാക്കളെ നരകത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. നിങ്ങളുടെ സമയമുള്ളപ്പോൾ തന്നെ, സമയം വരുന്നതിന് മുൻപ് ഇപ്പോൾ തന്നെ അവരിൽ നിന്ന് ഓടി അകലുക. തന്നെ നയിക്കാൻ എതിർ ക്രിസ്തുവിനെയും അവന്റെ സൈന്യത്തെയും അനുവദിക്കുന്നതോ തുടരുന്ന ഓരോ ആത്മാവും തന്നെ എന്നിൽ നിന്ന് നടത്തി മാറ്റുന്നതാണ് അനുവദിക്കുന്നത്. നിങ്ങളെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നുവോ, നിങ്ങളെ നരകത്തിലെ നിത്യശിക്ഷയിൽ കൊണ്ടുപോകുന്ന ജഡിക പാപങ്ങളിൽ നിന്നും നിങ്ങളെ മോചനം പ്രാപിക്കണമെന്നും ഞാൻ എത്രയധികം ആഗ്രഹിക്കുന്നുവോ, നിങ്ങളുടെ പാപങ്ങളെ പരിഹാരിച്ചിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കട്ടെ. ഈ ലോകത്തിൽ നൽകാൻ കഴിയുന്നത് നിങ്ങളുടെ ആത്മാക്കളുടെ മരണം മാത്രമാണെന്ന് ഓർമ്മിക്കുക. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, എന്ന ജീവനിലേക്ക് തിരിച്ചു വരിക. എന്റെ വാക്ക് കേൾക്കുകയും അതിനോട് പ്രത്യർക്കുകയും ചെയ്യുന്നവൻ ആത്മാവിൽ പുഷ്ടിപ്പെടും. തങ്ങൾക്ക് ആവശ്യമായ കൃപയും ജ്ഞാനവും അവർക്ക് ലഭിക്കും. എന്നാൽ മറ്റനേകം പേർ തങ്ങളുടെ ചുറ്റുമുള്ള പിശാചുമായി ഐക്യപ്പെടുന്നു. അനേകർ ഇതെല്ലാം കാണുന്നുവെങ്കിലും അവരുടെ ആത്മാവ് ശരീരവും എതിർ ക്രിസ്തു സ്വാധീന വലയത്തിലാണ്. എതിർ ക്രിസ്തു ഭൂമിയുടെ മുഴുവൻ മേലും അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ 3.5 വർഷം അവന്റെ ഭരണമായിരിക്കും. അവന്റെ മരണം ലോകമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം, ഈ ഭൂമി 45 ദിവസം കൂടി നിലനിൽക്കും. വർഷങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത്, ദിവസങ്ങൾ എന്നാണ്. ദൈവം ഈ 45 ദിവസങ്ങൾ നൽകുന്നത് എതിർ ക്രിസ്തുവിനാൽ വശീകരിക്കപ്പെട്ടവർക്ക് മാനസാന്തരത്തിനുള്ള അവസരമായിട്ടാണ്. എന്നാൽ എതിർ ക്രിസ്തു അവർക്കായി അവശേഷിപ്പിച്ചിരുന്ന സമ്പത്തും സുഖ സൗകര്യങ്ങളും അത്രയധികമായതിനാൽ രാഷ്ട്രങ്ങളൊന്നും തന്നെ വിശ്വാസത്തിലേക്ക് മാനസാന്തരപ്പെടില്ല. ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. എങ്കിലും അവർ മനസ്തിരികയില്ല. ദൈവത്തിന്റെ ശത്രുക്കൾ ഒരിക്കലും തൃപ്തി വരുത്താനോ മതിയെന്ന് പറയാനോ കഴിയാത്ത ക്രൂരമൃഗങ്ങളെ പോലെയാണ് എൻ്റെ ശത്രുക്കൾ. അവരുടെ ഹൃദയത്തിൽ എൻ്റെ സ്നേഹത്തിന്റെ കണിക പോലുമില്ല. അതിനാൽ അവർ എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ചിന്തകൾ പോലും തങ്ങളുടെ ഹൃദയത്തെ കടന്നു വരാൻ അനുവദിക്കുന്നില്ല. ഞാൻ അവർക്ക് വേണ്ടി ചിന്തിയ രക്തത്തെക്കുറിച്ചും അവർ നന്ദിയുള്ളവരായിരിക്കില്ല. അങ്ങനെയിരിക്കെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ലാതിരിക്കുകയും തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് മറ്റുള്ളവർ വഞ്ചിക്കുകയും ചെയ്യുന്ന അത്തരം മനുഷ്യരിൽ വസിക്കാൻ എൻ്റെ ആത്മാവിന് എങ്ങനെ കഴിയും? അവരുടെ ഹൃദയത്തെ നിറയെ ദുഷ്ടകീടങ്ങളാണ്, അത് നിറയെ ലൗകികമായ അഭിലാഷങ്ങളാണ്. പിശാച് അവരുടെ അധരങ്ങളിൽ തന്റെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ വാക്കുകൾ അവർക്ക് ആസ്വാദികരമല്ല. അതിനാൽ ഞാൻ എൻ്റെ വാളുകൊണ്ട് അവരെ എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് വേർതിരിക്കും. അവർ പിശാചിനാൽ വെട്ടിമുറിയപ്പെട്ട് എന്നേക്കുമായി എന്നിൽ നിന്ന് അകറ്റപ്പെടും. അവർ അങ്ങേയറ്റം ക്രൂരമായതിനാൽ അവരോട് ഒട്ടി നിൽക്കുന്നവരും അവർ പറയുന്നത് അനുസരിക്കുന്നവരും കൂടി എന്നിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ഞാൻ എൻ്റെ ജനത്തെയും പിശാചിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ അയച്ചു. പിശാചിനെ പിന്തുടരുന്നവർ തീർച്ചയായും എൻ്റെ ശത്രുക്കൾ തന്നെ. പിശാചിനെ തിരിച്ചറിയുക. അതുപോലെ തന്നെ നിങ്ങൾ പിശാചിനെ, അശുദ്ധാരൂപിയെ 3 കാര്യങ്ങൾ കൊണ്ട് തിരിച്ചറിയുക. ഒന്നാമതായി, നിങ്ങളെ തന്നെ സ്വയം ഉയർത്തിക്കാട്ടാനുള്ള ത്വരതയും നിങ്ങൾ നൽകപ്പെട്ടവയെക്കുറിച്ച് അഹങ്കരിക്കാനുള്ള പ്രലോഭനവും ഉപദേശവും അവൻ തരും. പിന്നെ അവൻ നിങ്ങളെ ആശ്വാസത്തിലേക്കും നിങ്ങളുടെ എല്ലാ അവയവങ്ങളിലേക്കും വസ്തുക്കൾ വ്യാപിച്ചിരിക്കുന്ന അടക്കമില്ലായ്മയിലേക്കും ആസക്തിയിലേക്കും പ്രലോഭിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ ആ മോഹത്താൽ ജ്വലിപ്പിക്കുകയും ചെയ്യും. അവസാനമായി അവൻ നല്ല അറിവിൽ മൂടുപടമണിഞ്ഞ് മനുഷ്യരെ വഞ്ചിക്കുകയും ചെയ്യും. ഞാൻ അനുവദിക്കാതെ പിശാചിന് ദുഷ്ടമനുഷ്യർക്കോ നിങ്ങളുടെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല. ഞാൻ അത് അനുവദിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ അത് നിങ്ങളുടെ തന്നെ പാപം മൂലമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് മാത്രം അറിയാവുന്ന ഏതെങ്കിലും നിഗൂഢത്തിന് മാത്രം ഭാഗമായിട്ടായിരിക്കും. എൻ്റെ സൃഷ്ടിയാണല്ലോ പിശാചും. മറ്റെല്ലാറ്റിനെയും പോലെ അവനും നല്ലവനായി സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ അവൻ സ്വന്തം ദുഷ്ടത കൊണ്ട് പിശാചായി തീർന്നു. ഞാൻ അവൻ്റെ പേരിലും അധികാരമുള്ള കർത്താവാണ്. അതുകൊണ്ട് എൻ്റെ വലിയ ഭക്തിനിഷ്ഠതയോടെ സേവിക്കുന്നവരെ ഭ്രാന്തന്മാരോ പിശാച ആവാസസ്ഥരുമായി ചിത്രീകരിച്ച് എന്നിൽ നിന്ന് കുറ്റമാരോപിക്കുന്നവർ ചെയ്യുന്ന തെറ്റാണ്. ചാരിത്രവതിയും വിശ്വസ്തയുമായ ഭാര്യയെ വ്യഭിചാരത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഞാനെന്ന് അവർ കരുതും. ഞാൻ അങ്ങനെ ഒരാളായിരിക്കണമോ? ഞാൻ വിശ്വസ്തനാകിയാൽ നീതിമാനും ദൈവത്തെ സ്നേഹിക്കുന്നവനുമായ മനുഷ്യനെ അഥവാ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ അനുവദിച്ചാൽ തന്നെ ഭക്തിപൂർവ്വം എന്നെ സേവിക്കുന്ന ആ മനുഷ്യന്റെ ആത്മാവിന്റെ മേൽ ഭരണം നടത്താൻ പിശാചിന് ഒരിക്കലും കഴിയുകയില്ല എന്ന് അറിഞ്ഞിരിക്കുക. ലോകം പിശാചിന്റെ പിടിയിലാണ്. ലോകം പിശാചിനാൽ ആവശ്യിക്കപ്പെട്ട് കഴിഞ്ഞു എന്നത് കാണുക. മനുഷ്യർ പിശാചിന് ആവശ്യിക്കപ്പെടുന്നു.
അവർ ചെയ്യുന്ന പാപങ്ങളുടെ പിശാച് തൻ്റെ വഴി കണ്ടെത്തി മുന്നോട്ട് പോവുകയും അവസാനം അത് ഗുരുതരമായ ക്യാൻസർ പോലെ ആയിത്തീരുകയും ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചെങ്കിൽ അത് സുഖപ്പെടുത്താൻ കഴിയുമായിരുന്നു. എന്നാൽ മനുഷ്യർ തിന്മയിൽ തന്നെ വർഷങ്ങളോട് സ്ഥിരമായി തുടരുന്നു. അവർ കുമ്പസാരിക്കുന്നില്ല. അവരുടെ പാപം അവരുടെ വ്യക്തിത്വത്തിലും ശരീരത്തിലും പൂർണ്ണമായി വ്യാപിക്കുന്നു. എന്ന് മാത്രമല്ല, അത് പല മടങ്ങായി വർദ്ധിക്കുകയും ചെയ്യുന്നു. അവസാനം ആത്മാവ് വല്ലാതെ തളർന്നു പോവുകയും മരിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ആവേശത്തിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പിശാചിന് അടിമപ്പെട്ട് അലഞ്ഞു നടക്കുന്ന അനേകം ആത്മാക്കളെ ഞാൻ കാണുന്നു. എങ്കിലും അവർ എപ്പോഴെങ്കിലും കുമ്പസാരത്തിനായി എൻ്റെ അടുക്കൽ വന്നേക്കാം. അവിടെ അവർ എന്നെ കണ്ടുമുട്ടുന്നു. ഞാൻ അവരെ ദുഷ്ടാരൂപി ബഹിഷ്കരിക്കുന്നു. അവർക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ തുടർന്നു വിശ്വാസം നിലനിൽക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുമില്ല. കൂദാശീകരണത്തിന്റെ അഭാവത്താൽ അവർ പിശാചിനെതിരെ പ്രതിരോധമില്ലാതെ നിസ്സഹായരാവുകയും വീണു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ദുഷ്ടാരൂപികൾ മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥന വേണം. എന്നാൽ പ്രാർത്ഥനയോടുപരി വേണ്ടത് രക്തസാക്ഷ്യത്തിലുള്ള സന്നദ്ധതയാണ്. ഭൂമിയിൽ നിന്ന് പിശാചിനെ തുരത്തി ഓടിക്കാനും തന്റെ അധീനതയിലുള്ള മനുഷ്യരെ എന്നേക്ക് പീഡിപ്പിക്കുന്നതെന്ന് അവനെ തടയുവാനും എൻ്റെ വ്യക്തിപരമായ സാന്നിധ്യത വേണം. മറുവശത്ത് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ആത്മാക്കളാകട്ടെ ഉദാശകളുടെയും പ്രാർത്ഥനയുടെയും എൻ്റെ പടയാളികളാക്കാനും കഴിയും. പിശാച് ശക്തിക്കെതിരെ പൊരുതാൻ അവർക്ക് ഞാൻ ആയുധങ്ങൾ നൽകിയിരിക്കുന്നു. ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ മേൽ ആവശ്യിക്കാൻ ഇടം കണ്ടെത്തുക പിശാചിന് സാധ്യമല്ല. മനുഷ്യർ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നതും അധ്വാനികൾ ഞാൻ കാണുന്നു. എന്നാൽ അവയെല്ലാം ഒടുവിൽ നശിച്ചു പോകുന്നവയാണല്ലോ പിശാചിന്റെ ഭരണം. അപ്പോൾ പിശാചുകളെല്ലാം ഭൂമിയിലായിരിക്കുന്നതിനാൽ നരകം ശൂന്യമായിരിക്കുന്നു എന്നത് എൻ്റെ വാക്കാണ്. അവർ ഭൂമിയെ കൈവശപ്പെടുത്തി പിടിച്ചടക്കി അടിമപ്പെടുത്തിയിരിക്കുന്നു. പിശാച് തന്ത്രങ്ങൾ മനുഷ്യരെ ബന്ധിക്കുകയും പ്രകൃതിയിലെ സൃഷ്ടവസ്തുക്കൾ എല്ലാറ്റിലും ആവശ്യിക്കുകയും ചെയ്യുന്നു. എല്ലാവരും പിശാചിന് അടിമകളാണ്. അധികാര സ്ഥാനങ്ങളിലും ശക്തി കേന്ദ്രങ്ങളിലുമാണ് ഇരിക്കുന്നവർ. ഭരണകർത്താക്കൾ അങ്ങനെ ഏതാണ്ട് എല്ലാവരും തന്നെ അവനുള്ളവരാണ്. ഇതിനകം തന്നെ എല്ലാം അവൻ അധിനിവേശത്തിന് കീഴിലായി കഴിഞ്ഞു. അപ്പോൾ അവൻ പ്രധാന ലക്ഷ്യം തൻ്റെ പ്രയാണത്തിൽ അവസാനത്ത് പിടികൂടി കഴിയുന്നതിൽ വിജയിക്കുക എന്നതാണ്. ഇന്ന് സഭ കാര്യമായിട്ടൊന്നും പോരാടുന്നില്ല. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും കുറിച്ചൊന്നും തന്നെ പറയുന്നുമില്ല. അഥവാ ആരെങ്കിലും പറഞ്ഞാൽ ആ ചെറുസ്വരത്തെ പോലും ശുദ്ധമാക്കുന്നു. വളരെ കുറച്ച് ഭൂതോച്ചാടകം മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ബഹിഷ്കരണ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഉദാശ അനുകരണങ്ങളും പ്രയോഗവും മാത്രമേ നടക്കുന്നുള്ളൂ. ഇതിനിടയിൽ പിശാചിന്റെ വായിൽ നിന്ന് വിദ്വേഷാഗ്നി മനുഷ്യനെ കുത്തിവെക്കുകയും എല്ലായിടത്തും അത് പരത്തുകയും ചെയ്യുന്നു. പിശാച് തന്ത്രങ്ങൾ നിബർച്ച ദൂതന്മാർ എല്ലായിടത്തുമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ കരുതലോടെ ഇരിക്കുക. അവർ നിങ്ങളുടെ പാപത്തിൽ വീഴുന്നതും തടയില്ല, എന്നാൽ അവർ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും തടയും. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള സംശയം അവർ ഇടപെടാതെ കുത്തിവെക്കും. ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനത്തെ ആയുധമാക്കിക്കൊണ്ട് അവർ നിങ്ങളെ വഴിതെറ്റിക്കും. അവരെ അകറ്റി നിർത്താൻ ശക്തമായ പ്രാർത്ഥനയാണ് വേണ്ടത്. സാത്താനും അവൻ്റെ ദുഷ്ടാരൂപികൾ വളരെയധികം ശക്തരാണ്. അവരത്ര എളുപ്പമൊന്നും വിട്ടുകൊടുക്കുന്നില്ല. എൻ്റെ അടുത്തേക്ക് സഹായത്തിനായി വരാൻ ആഗ്രഹിക്കുന്നവരെ അവൻ തടയും. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരുക്കം വേണം. എന്നാൽ നിലച്ചിരിക്കുന്ന സമയത്ത് അനേകം വീണു പോകാത്ത വിധത്തിൽ ആത്മാക്കളെ വഴിതെറ്റിക്കാനായി ചുടല നീക്കങ്ങൾ നടത്താൻ സാത്താന് കഴിയും. ഈ ദുഷ്ടശക്തികൾ എല്ലാം സാത്താൻ നയിക്കപ്പെടുന്നവയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, മുന്നറിയിപ്പ് അനേക ദശലക്ഷങ്ങളെ മാനസാന്തരപ്പെടുത്തുമെങ്കിലും നിങ്ങളിപ്പോൾ തന്നെ ഒരുങ്ങിക്കൊള്ളുക. സാത്താൻ ശക്തികൾ ഉറുമ്പിനെ പോലെയാണ്. അവ മണിക്കൂറിന് ആയിരക്കണക്കിന് പെരുകുന്നു. മനുഷ്യന്റെ ഓരോ കുഞ്ഞു പ്രവൃത്തികൾ പോലും നിയന്ത്രണം പിശാച് ഏറ്റെടുക്കുന്നു. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ എതിർക്കാനും പരാജയപ്പെടുത്തുവാനും ആഗ്രഹിച്ചുകൊണ്ട് സാത്താനും അവന്റെ ദൂതന്മാരും ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്നു. സാത്താൻ സ്വഭാവത്താൽ പാപിയാണ്. ദൈവത്തെ ആദ്യമായി ധിക്കരിച്ച ആ നിമിഷം മുതൽ ദൈവകൽപ്പനകളും പ്രമാണങ്ങൾ ലംഘിക്കുക എന്നത് അവന്റെ സ്വഭാവമായി മാറിക്കഴിഞ്ഞു. ദൈവത്തിന്റെ അധികാരത്തിനെതിരെ മറുതലിക്കാൻ അവ തീരുമാനമെടുത്തിരിക്കുന്നു. സാത്താൻ കൊലപാതകിയാണ്. തന്റെ 18 നിമിഷം മുതൽ ഇന്ന് വരെ താൻ സ്പർശിക്കുന്ന എല്ലാവരിൽ നിന്നും ജീവൻ കവർന്നെടുക്കാൻ അവൻ ശ്രമിക്കുന്നു. ശപിക്കപ്പെട്ട ദൂതനാണവൻ. തന്റെ ഇരകൾ കൊല്ലാൻ അവൻ ഉപയോഗിക്കുന്ന ആയുധം അവരെ പാപം ചെയ്യുന്ന പ്രലോഭനത്തിൽ അകപ്പെടുത്തുക എന്നതാണ്. സാത്താൻ ഒരു നുണയനാണ്. സാത്താനും അവന്റെ അനുയായികൾ എല്ലാവരും നുണ പറയുന്നു. അവൻ നുണ പറയുന്നതിന് കാരണം അവൻ നുണയനായതുപോലെ തന്നെയല്ല, അത് അവന്റെ സ്വഭാവമാണ്. ഞാൻ സാത്താൻ പറയുന്നതെല്ലാം നുണയല്ല. അവൻ വിശുദ്ധങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാനും കഴിയും. അതുവഴി അവൻ ദൈവത്തിന്റെ സത്യത്തെ വ്യാജമായി കൂട്ടിക്കലർത്തുന്നു. സാത്താൻ പ്രകാശദൂതനായി വേഷം കെട്ടുന്നത് അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ബൈബിൾ പറയുന്നത് അതുകൊണ്ടാണ്. ആരും ദൈവത്തിൽ വിശ്വസിക്കരുതെന്നാണ് സാത്താന്റെ ആഗ്രഹം. താനാണ് മനുഷ്യരുടെ ഏറ്റവും നല്ല കൂട്ടുകാരനെന്ന് അവർക്ക് തന്നെ ആശ്രയിക്കണമെന്നും എല്ലാവരും വിശ്വസിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. ദൈവം ഒരു നുണയനാണെന്നും സത്യം പറഞ്ഞു തരാൻ കഴിയുന്ന തനിക്ക് മാത്രമാണെന്നും എല്ലാവരെ കൊണ്ട് വിശ്വസിപ്പിക്കാനും അവൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ നിങ്ങളെ കബളിപ്പിക്കാനായ ചില സത്യങ്ങളും അവൻ പറയും. വിശുദ്ധരെ അടിച്ചമർത്തി പീഡിപ്പിക്കുന്നവനാണ് സാത്താൻ. ദൈവത്തിന്റെ വചനത്തെ മാത്രമല്ല, അവിടുത്തെ ജനത്തെ നശിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ മനുഷ്യരെ കപടനാട്ടുകാരെ പോലെ പ്രലോഭിപ്പിക്കും. സ്വയം പ്രതിരോധത്തിന്റെ ഒരു മനോഭാവം മനുഷ്യർ വളർത്തിയെടുത്തുകൊണ്ട് അവർക്ക് ദൈവത്തിലുള്ള ആശ്രയത്വത്തെ അവൻ ദുർബലമാക്കും. മനുഷ്യന്റെ അഭിലാഷങ്ങളെ അവൻ കൊണ്ട് ദൈവത്തെ അധികരിപ്പിക്കാനുള്ള ഉപകരണമായി സാത്താൻ ഉപയോഗിക്കും. മനുഷ്യരെ അടിച്ചമർത്തി ദുരിതത്തിലാഴ്ത്തുന്ന അവരെ കാരണമാകും. സുവിശേഷം എതിർക്കു നിൽക്കാനായി അവൻ ഇറങ്ങിത്തിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് അവന്റെ തന്ത്രങ്ങൾ.
അവൻ എപ്പോഴും പ്രവർത്തനനിരതനും അതേസമയം വളരെയധികം സൂത്രശാലിയും ബുദ്ധിമാനും അറിവുള്ളവനും സൂക്ഷ്മബുദ്ധിയുമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിരന്തരം ആവർത്തിച്ചുകൊണ്ട് എന്നെ വ്രണപ്പെടുത്തുന്ന നിങ്ങളുടെ ഗൗരവമേറിയ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു മാറുക തന്നെ വേണം. നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളറകളിലേക്ക് കടന്നു കയറാൻ താത്താൻ നിങ്ങൾ അനുവദിച്ച എന്ന് സമ്മതിക്കുക. അതുകൊണ്ട് അവൻ തിരസ്കരിക്കുകയും എൻ്റെ അടുത്തേക്ക് വന്ന് എന്നോട് യാചിക്കപ്പെടുകയും ചെയ്യുക. ഞാൻ നിങ്ങൾ ഒരിക്കലും തിരസ്കരിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ ജനമേ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ പ്രവർത്തികളിലും ഉദ്യമങ്ങളിലും ബയലേശമന്യേ ലോകവസ്തുക്കളുടെ വിരക്തി പാലിക്കണം. അനേകർ എന്നെ അനുസരിക്കുന്നില്ല. എളിമപ്പെടാനും മാനസാന്തരപ്പെടാനും തങ്ങളുടെ മാനസികമായ അഹന്തയെ തങ്ങളുടെ തന്നെ അഹങ്കാര പൂരണത്തിന് വേണ്ടി ദുരുപയോഗിക്കാനും വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്ന് അംഗീകരിക്കാനും അവർ വിസമ്മതിക്കുന്നു. മനുഷ്യനൊന്നും കാണുന്നില്ല, കേൾക്കുന്നുമില്ല. ഈ നിമിഷത്തിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന എന്താണെന്നതിനെക്കുറിച്ച് യാതൊരു ഭയവും അവർക്കില്ല. എന്തെന്നാൽ അവർ ഇതൊന്നും ഗൗരവമായി എടുക്കുന്നില്ല. വിശ്വസ്തരായിരിക്കാനും വിശ്വാസസ്ഥിരതയുള്ളവരായിരിക്കുവാനും ഞാൻ അനേക തവണ നിങ്ങളോട് ആഹ്വാനം ചെയ്തു. എന്നോട് ചേർന്ന് ജീവിക്കുന്നവരിൽ അശാന്തിയും ആകുലതയും ഉളവാക്കാൻ വേണ്ടിയാണ് പിശാച് വരുന്നത്. അനേകർ തിരിച്ചറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പിശാച് മനുഷ്യരുടെ ചിന്തകൾ ആക്രമിക്കുന്നത് അവരിൽ അശാന്തി, തെറ്റിദ്ധാരണയും മനോക്ഷോഭവും ജനിപ്പിക്കാനും അവരിൽ നിന്ന് തെറ്റായ പ്രകടനവും പുറപ്പെടുവിക്കാനുമാണ്. എൻ്റെ പ്രിയജനമേ, ആത്മാശക്തി നിന്നും നിങ്ങളെ തന്നെ ഏർപ്പെടുത്താൻ നിങ്ങൾ കഴിയില്ല. എൻ്റെ സ്നേഹം ഐക്യത്തിലേക്കും ഐക്യം ഒരുമയിലേക്കും ഒരുമ ക്രമത്തിലേക്കും ക്രമനോടുള്ള അനുസരണത്തിലേക്ക് നയിക്കുന്നു. അനുസരിക്കുന്ന ഏതൊരുവനും അഹങ്കാരത്തിൽ നിയുക്തനാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ സഹോദരനെയും തീക്ഷ്ണമായ സമൃദ്ധമായി സ്നേഹിക്കുന്നതെന്ന് മനസ്സിൽ കുറിച്ച് വയ്ക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ തലമുറ മറുതലിക്കുന്നതും വഞ്ചിക്കുന്നതും നിസ്സംഗരും അറിവില്ലാത്തവരും രക്ഷയുടെ അടയാളമായ എല്ലാറ്റിനോടും ശത്രുതാമനവും പുലർത്തുന്നതുമാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവർക്കും സ്വന്തമായ ബുദ്ധിയും ചിന്താശക്തിയും ശുദ്ധിബോധവും ഹൃദയവും ഉച്ചയുമുണ്ട്. ഇവ ഓരോന്നും കൊണ്ടാണ് നിങ്ങളെന്നെ നോക്കേണ്ടതും യഥാർത്ഥ ജ്ഞാനം